ഹായ് കൂട്ടുകാരെ, മായ സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ്. വെറൈറ്റി ആയിട്ടൊരു മീൻകറി. അതിൻ്റെ ആവശ്യത്തിന് 1 കിലോ അയല മുറിച്ച് പീസാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, ഒരു വലിയ നാരങ്ങ വലുപ്പത്തിന് പുളി, 4 പച്ചമുളക്, 2 വലിയ തക്കാളിക്ക, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസ്, വെളിച്ചെണ്ണ. ചട്ടി ഗ്യാസിൽ വെച്ചു, തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വലിയ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 3/4 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. കടുക് ഉലുവായും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് സവാള ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തക്കാളിക്ക എടുത്തിടാം, അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് വഴരുന്ന നേരത്ത് നമുക്ക് ഞാൻ കുറച്ച് പുളി എടുത്ത് വെച്ചത് വെള്ളത്തിലോട്ട് ഇട്ട് കുതിരാൻ വെക്കുവാണ്. വാളംപുളി, ഒരു വലിയ നാരങ്ങ വലുപ്പത്തിന് ഉള്ള പുളിയുണ്ട്. നമുക്ക് ഇതൊന്ന് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. ഇതൊക്കെ വഴന്ന് വരുന്ന സമയത്തേക്ക് അത് നല്ലതായിട്ട് വേവിക്കും. നമുക്കിതിൻ്റെ അകത്തോട്ട് ഈ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ചേർക്കാം. നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 2 സ്പൂൺ നിറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, പിരിയ മുളക് പൊടിയൊന്നുമല്ല. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ നിറച്ച് വേണേ. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് എണ്ണ തെളിയുന്ന പരുവം ആക്കണം. മുളക് പൊടി നമുക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം നല്ല എരിവുള്ള പച്ചമുളകാണ് 4 ആദ്യം ഇട്ടത്. അത് കാരണമാണ് മുളക് പൊടി കുറച്ച് ചേർത്തേക്കുന്നത്. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ആ നേരത്തിന് നമ്മുടെ പുളി എടുത്ത് വെച്ചിരുന്നത് പിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഇത് ഉണക്കമീൻ, മഹാരാഷ്ട്രക്കാർ ബോംബെ ഡക്ക് എന്നൊക്കെ പറയുന്ന ഉണക്കമീനുണ്ട്. അപ്പോൾ അത് അവർ കറി വെക്കുന്ന ഈ മെതേഡിലാണ്. തക്കാളിയും ഒക്കെ ചേർത്ത് നല്ല തിക്ക് ഗ്രേവിയാക്കി വഴറ്റി അത് ചേർത്ത് അങ്ങനെയാണ് അവർ മീൻ കറി വെക്കുന്നത്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വാളംപുളിയും കൂടെ ചേർത്തേക്കുന്നതേ ഉള്ളൂ. ഒരു മഹാരാഷ്ട്രൻ മീൻ കറിയുടെ, ബോംബിഡായുടെ ഒരു കറിയുടെ ആ മോഡൽ തന്നെ ഞാൻ കുറച്ച് പുളിയും കൂടെ, നമുക്ക് ഇച്ചിരി പുളിയൊക്കെ വേണമല്ലോ മലയാളികൾക്ക്, അതിനിച്ചിരി വാളംപുളി ചേർത്തു. ഇത് കുടംപുളി ചേർക്കാറില്ല. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചിട്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ കുറച്ചും കൂടി ചേർത്തതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മുറിച്ച് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഇപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നമുക്ക് ചാറ് വേണേൽ കുറച്ചൊന്ന് നീട്ടിയെടുക്കാം. ഒരുപാട് നീട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ, പലഹാരത്തിൻ്റെ ഒക്കെ കൂടെ പറ്റും കഴിക്കാൻ. നല്ല ഒരു വെറൈറ്റി മീൻകറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.